ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ റെയിൽവേയുടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അല്ലേ, RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ റെയിൽവേ വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണിത്. സോ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു ആൻഡ് എല്ലാം ക്ലോസ്ഡ് ആയി കഴിഞ്ഞു, ആപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ. ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ NTPCയുടെ പരീക്ഷ എപ്പോഴാണ് നടക്കുക, അടുത്ത വർഷം ഏകദേശം ഏത് മാസത്തിലായിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം കോമൺ ആയിട്ട് എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഡൗട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്ന ഡൗട്ടും അതുതന്നെയാണ്, എപ്പോഴായിരിക്കും RRB NTPC എക്സാമിനേഷൻ 2026 നടക്കുക എന്നുള്ളത്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഈ 2025 വന്ന NTPC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ 2026 ആകുമ്പോഴത്തേക്കും പരീക്ഷ ഏകദേശം ഏത് മാസം നടക്കും, ഇതാണ് നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത്. സോ നമ്മളിത് പാസ്റ്റ് കുറച്ച് വർഷങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. ഓക്കെ, സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ റെയിൽവേയുടെ 2019 തൊട്ട് നമുക്ക് തുടങ്ങാം. 2019 RRB NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 2019 കഴിഞ്ഞ് 2020 ആയപ്പോഴത്തേക്കും കോവിഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു NTPC നോട്ടിഫിക്കേഷൻ വന്നത് 2024 ആൻഡ് 2025 വന്നു. ഇനിയിപ്പോൾ നമ്മുടെ റെയിൽവേ മിനിസ്റ്ററുടെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. റെയിൽവേ എക്സാംസ് ഇനി ഗ്യാപ്പ് ഉണ്ടായില്ല, ആനുവലി ആയിരിക്കും വിളിച്ചു തുടങ്ങുക. ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ ഇപ്പോഴത്തെ കൺസേൺ ആണ്, അതായത് റെയിൽവേ പഴയതുപോലെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് വേക്കൻസി ഭയങ്കര കുറവാണ്, ഇപ്പോൾ വിളിക്കുന്ന വേക്കൻസീസ് ഒക്കെ ഭയങ്കര കുറവാണ്, പണ്ട് ഒരുപാട് വേക്കൻസികൾ ഉണ്ടായിരുന്നു എന്നൊരു രീതിയിൽ എല്ലാവരും പറയാറുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഏകദേശം 1 വർഷം 2 വർഷം ഗ്യാപ്പിലാണ്. മിനിമം 2 വർഷം എങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അടുത്ത നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. സോ ഇപ്പോൾ നമുക്കറിയാം റെയിൽവേയുടെ പരീക്ഷകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ആനുവലി ഉണ്ടാകും. നമ്മുടെ SSC പോലെ അല്ലെങ്കിൽ ബാങ്ക് പരീക്ഷ പോലെ തന്നെ ഇപ്പോൾ റെയിൽവേക്കും എന്താണ് കലണ്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ. അതായത് വർഷാവർഷം റെയിൽവേ പരീക്ഷ നടക്കുകയും ഒരു വർഷം റെയിൽവേ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കലണ്ടർ റിലീസ് ചെയ്യുന്നത് വഴി മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഏകദേശം ആ കലണ്ടറിൽ ഉണ്ടാവും ഒരു വർഷം. ഇപ്പോൾ 2026 കലണ്ടർ റിലീസ് ചെയ്തു, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ 2026 റെയിൽവേ നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷകൾ എന്തൊക്കെയാണ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടും ആ കലണ്ടർ കാണുമ്പോഴത്തേക്കും. സോ 2019 NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 2019 ഫെബ്രുവരിയിലാണ് ഷോർട്ട് നോട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് ഫെബ്രുവരി 28, 2019 ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 1 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ വേക്കൻസീസ് അന്ന് 35,277 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ ഇമ്പാക്റ്റ് വന്നു. പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു 4-5 വർഷത്തിന് ശേഷം 2024. യെസ്, 2024 ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്യുന്നത് സെപ്റ്റംബർ 2. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ് റിലീസ് ചെയ്യുന്നത് സെപ്റ്റംബർ 20 സെപ്റ്റംബർ 13 അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാജുവേറ്റിന് സെപ്റ്റംബർ 14 അണ്ടർ ഗ്രാജുവേറ്റിന് സെപ്റ്റംബർ 21. ടോട്ടൽ വേക്കൻസീസ് വന്നിരുന്നത് 11,558. അപ്പോൾ വേക്കൻസീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്വാഭാവികമായിട്ടും 2019 നോട്ടിഫിക്കേഷൻ വരുന്നു. 2019 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് 2019 35,000+ ആണ്. പിന്നെ 5 വർഷത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും ഈ ഒരു 4-5 വർഷത്തിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷനാണ്, അപ്പോൾ നമ്മളൊരു ഹ്യൂജ് വേക്കൻസീസ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനെ എല്ലാം തകർത്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നത് 11,558 ആണ്. കാരണം എന്താണ്, ഒബ്വിയസ്ലി അവർക്ക് പ്ലാൻ ഉണ്ടാവും ഇനി തൊട്ട് എന്താണ് റെയിൽവേ പരീക്ഷ ആനുവലി നടത്താൻ. മുൻപ് നമുക്ക് ഒരു 3 വർഷം കൂടുമ്പോൾ വന്നിരുന്ന അവസരം ഇനി തൊട്ട് എല്ലാ വർഷവും കിട്ടുകയാണ്. സോ ഒബ്വിയസ്ലി ഒരു ഹ്യൂജ് വേക്കൻസീസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ആനുവൽ ആകുമ്പോൾ തന്നെ അതിന് അനുപാതമായിട്ടുള്ള വേക്കൻസീസ് ആയിരിക്കും അവർ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് വേക്കൻസീസ് കുറഞ്ഞത്. ഇതൊരിക്കലും ഡിമോട്ടിവേഷനായി കാണേണ്ട ഒരു കാര്യമല്ല, മറിച്ച് മോട്ടിവേഷനായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താണ്, റെയിൽവേ അവസരങ്ങൾ എല്ലാ വർഷവും നിങ്ങൾക്ക് ഇനി കിട്ടുകയാണ്. ദാറ്റ്സ് എ ഗോൾഡൻ ചാൻസ് അല്ലേ. സോ അത് മാക്സിമം തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് റെയിൽവേ നമ്മൾ കോവിഡിൻ്റെ ഭാഗം
ഭാഗം കോവിഡ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഏജ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനും ഒരു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഈ വർഷം വന്ന നോട്ടിഫിക്കേഷൻ NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് October 20 അണ്ടർ ഗ്രാജുവേറ്റിന് നോട്ടിഫിക്കേഷൻ വന്നത് October 27 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഗ്രാജുവേറ്റിന് October 21 അണ്ടർ ഗ്രാജുവേറ്റിന് October 28 ഏകദേശം കറക്ഷൻ വിൻഡോ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തത് December 4 എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് പ്രോസസ്സ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പരീക്ഷ എന്നാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു അനാലിസിസ് മുൻ വർഷങ്ങളിൽ വെച്ച് നടത്തുവാണെങ്കിൽ നമുക്ക് 2019 ഒന്ന് നോക്കാം. 2019 നോട്ടിഫിക്കേഷൻ വന്നു. എന്നായിരുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്? February 2019 നോട്ടിഫിക്കേഷൻ വന്നത്. ഫെബ്രുവരി അവസാനത്തോടു കൂടി വന്ന നോട്ടിഫിക്കേഷൻ. പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് December 28, 2020 ടു July 31, 2021 വരെ. ഏകദേശം 7 ഫേസസിലായിട്ടാണ് പ്രിലിംസ് നടന്നത്. അന്ന് ഒരു തടസ്സം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, എക്സാം കണ്ടക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടൈമിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത് കാരണം എക്സാംസ് പുഷ് ചെയ്ത് പോകുന്നതായിട്ടുള്ളൊരു സിനേറിയോ ആയിരുന്നു അന്ന് കണ്ടിരുന്നത്. സോ ഇന്ന് അത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അന്ന് കോവിഡ് എന്ന് പറയുന്നൊരു വലിയ സിനേറിയോ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അന്ന് അതുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് പുഷ് ചെയ്ത് ഒരുപാട് മാസങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനും കിട്ടി. പക്ഷേ പരീക്ഷ കുറച്ച് എന്ത് ചെയ്തു, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീണ്ടുപോയി. മെയിൻസ് നടന്നിരുന്നത് മെയ് ജൂൺ 2022 ടൈപ്പിംഗ് ടെസ്റ്റ് നടന്നത് August 2022 ഇനി 2024 വന്ന നോട്ടിഫിക്കേഷൻ 2024 എപ്പോഴത്തേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്? സെപ്റ്റംബറിലാണ് 2024 നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ പരീക്ഷ നടന്ന തീയതികൾ നമുക്കൊന്ന് നോക്കാം. ഗ്രാജുവേറ്റ് ലെവലിൽ പരീക്ഷ നടന്നിരുന്നത് June 2025 അപ്പോൾ ഏകദേശം എത്ര മാസം നമുക്ക് 2019 കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. 2024 നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. 2024 നോട്ടിഫിക്കേഷൻ വന്നത് 2024 സെപ്റ്റംബറിലാണ്. ഓക്കെ, സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. പ്രിലിംസ് 2025 ജൂണിൽ നടന്നു. ഏകദേശം ഒരു 8 മാസം ഗ്യാപ്പ് ഉണ്ടായി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പ്രിലിംസിലേക്ക്. നോട്ടിഫിക്കേഷൻ്റെ എൻഡ് ഡേറ്റ് ഇനി എന്നായിരുന്നു നമുക്ക് നോക്കാം. അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത്, സ്റ്റാർട്ട് ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ആയിരുന്നു. ഒബ്വിയസ്ലി ലാസ്റ്റ് ഡേറ്റ് ഒരു നവംബർ സ്റ്റാർട്ടായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. സോ നവംബർ തുടങ്ങി നോക്കുകയാണെങ്കിലും ഒരു 7 മന്ത്സ് നിങ്ങൾക്ക് എന്തുണ്ട്, പ്രിലിംസിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മെയിൻസ് ഒക്ടോബറിൽ നടന്നു. പ്രിലിംസ് ജൂണിൽ പ്രിലിംസ് നടന്നു. ഒരു 4 മാസം ഗ്യാപ്പിൽ എന്ത് ചെയ്തു, മെയിൻസ് നടന്നു. ഇനി അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ പ്രിലിംസ് നടന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്കാണ്. അതായത് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 7-8 മാസം പ്രിലിംസിലേക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, മെയിൻസ് നടന്നത് ഡിസംബറിലാണ്. എഗെയിൻ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ ഒരു 4 മാസം ഗ്യാപ്പ് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് മെയിൻസിലേക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാവരും അപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് പരീക്ഷ ഏത് മാസം നടക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ 2019 വന്ന നോട്ടിഫിക്കേഷൻ ആൻഡ് 2024 വന്ന നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ അനാലിസിസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ November 27 ഗ്രാജുവേറ്റ് ലെവൽ ക്ലോസ് ആയിട്ടുണ്ട്. December 4 അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ക്ലോസ് ആയിട്ടുണ്ട്. ആൻഡ് കറക്ഷൻ വിൻഡോ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. റൈറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ December 16 ഓൺഗോയിങ് ആണ്. റൈറ്റ്, അതും ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്, ദാറ്റ് ടൈം ഈസ് ഓൾസോ ഫിനിഷ്ഡ്. സോ പ്രോസസ്സുകളെല്ലാം തന്നെ കംപ്ലീറ്റഡ് ആണ്, അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ആണെങ്കിലും ഗ്രാജുവേറ്റിൻ്റെ ആണെങ്കിലും. ഇനി നമുക്ക് ഈ വർഷം വന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 8,868 വേക്കൻസീസിലേക്കാണ് NTPC നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അതിൽ 5,810
ഗ്രാജുവേറ്റ് പോസ്റ്റാണ്, 3058 അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റൊക്കെ അറിയാം, റെയിൽവേയുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഓൾറെഡി. ആൻഡ് നമ്മുടെ കീ പോസ്റ്റുകൾ എന്ന് പറയുന്നത് NTPC എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന ചില പോസ്റ്റുകളുണ്ട്. അതായത് സ്റ്റേഷൻ മാസ്റ്റർ, സീനിയർ കൊമേഴ്ഷ്യൽ ക്ലർക്കം ടൈപ്പിസ്റ്റ്, ടിക്കറ്റ് ക്ലർക്കം ടൈപ്പിസ്റ്റ്, ഗുഡ്സ് ഗാർഡ്, ഇതൊക്കെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും വളരെ നല്ല പോസ്റ്റുകൾ ഉള്ളൊരു എക്സാം തന്നെയാണ് NTPC. NTPC കൂടുതൽ ആളുകളും ഓപ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം ഇത് ഒരു ഡെസ്ക് ജോബാണ്, മോസ്റ്റ്ലി ഡെസ്ക് ജോബാണ്. അതുപോലെ തന്നെ വർക്കും ലൈഫും ഈക്വലി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് NTPCയുടെ. 1-2 പോസ്റ്റുകൾ ഒഴികെ, ഇപ്പോൾ ഗുഡ്സ് ഗാർഡ് അങ്ങനെ കുറച്ച് പോസ്റ്റുകൾ ഒഴികെ ബാക്കി എല്ലാം തന്നെ 9 to 5 കംഫർട്ടബിളി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, വർക്കും അതുപോലെ തന്നെ ലൈഫും ഈക്വലി ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന, വിത്ത് അട്രാക്റ്റീവ് സാലറി ആൻഡ് എല്ലാ സെൻട്രൽ ഗവൺമെൻറ്റും ബെനിഫിറ്റ്സും കിട്ടുന്ന പോസ്റ്റുകളാണ് NTPCയുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ അനാലിസിസ് ഒക്കെ ചെയ്യുകയാണ്. ഓക്കെ, അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, കോവിഡിൻ്റെ സമയത്ത് ഒരു 7 to 9 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ്റെ എൻഡ് ഡേറ്റ് തൊട്ട് പ്രിലിംസ് എക്സാം വരെ. അത് കോവിഡ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഓർ ഈവൻ 12 months ഗ്യാപ്പ് എന്ന് വരെ പറയാൻ സാധിക്കും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് കോവിഡ്. പക്ഷെ അല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആവറേജ് 6 to 8 months ഇടയ്ക്ക് പ്രിലിംസ് ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, അടുത്ത വർഷം ജൂലൈ ടു സെപ്റ്റംബറിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും. ഓർ ഈവൻ ജൂൺ ടു സെപ്റ്റംബറിൻ്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഐഡിയൽ. സോ ജൂൺ ടു, കാരണം ഡിസംബർ സ്റ്റാർട്ടിലെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം. സോ ഒരു ജൂണിനും സെപ്റ്റംബറിനും ഇടയ്ക്കായിട്ട് നിങ്ങളുടെ പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും. ഒരു നല്ലൊരു ടൈം ഗ്യാപ്പാണ് NTPC പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി മുൻപിലുള്ളത്. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പരീക്ഷാ രീതി, എക്സാം പാറ്റേൺ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ജൂൺ 2026 നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. നമ്മളൊരു അനാലിസിസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ആസ് പെർ ദ കറൻറ്റ് സിറ്റുവേഷൻ നമുക്ക് ജൂലൈ ടു സെപ്റ്റംബറിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ജൂൺ ടു സെപ്റ്റംബറിന് ഇടയ്ക്ക് എക്സാം എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അഡ്മിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് ഇമെയിൽ വഴിയും അതുപോലെ തന്നെ SMS വഴി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ SMS വരുന്നുണ്ടാവും. അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യുന്ന മെസ്സേജ് വരും. അതുപോലെ തന്നെ ഇമെയിലിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇൻറ്റിമേഷനും വരും. ഓക്കെ, പരീക്ഷയ്ക്ക് 10-15 ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. ഓക്കെ, ഇൻറ്റിമേഷൻ ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ ത്രൂ വരുന്നതാണ്. ആൻഡ് ഇനി പ്രിലിംസിൻ്റെ കാര്യങ്ങൾ ആണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ വരാനിരിക്കുന്ന, അതായത് ഇനിയൊരു 7-8 months നിങ്ങളുടെ മുൻപിൽ വരാനിരിക്കുന്ന NTPC പരീക്ഷ എന്ന് പറയുന്നത് പേനയും പേപ്പറും വെച്ച് നമ്മൾ എഴുതുന്ന എക്സാം അല്ല. ഇതൊരു ഓൺലൈൻ പരീക്ഷയാണ്. കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് നിങ്ങൾ എഴുതുന്ന എക്സാമാണ് എന്ത്, RRB NTPC എക്സാം എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ 100% ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഓപ്ഷനിൽ നിന്ന് മാർക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, നെഗറ്റീവ് മാർക്കുണ്ട്. എത്രയാണ് നെഗറ്റീവ് മാർക്ക് എന്ന് ചോദിച്ചാൽ 1/3 അല്ലെങ്കിൽ 0.333 ആണ് എന്ത് വരുന്നത്, നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. ഇനി പ്രിലിംസിന് 100 ചോദ്യങ്ങളാണുള്ളത്. ആകെ മൊത്തം 100 ചോദ്യങ്ങൾ, 90 മിനിറ്റ് സമയമുണ്ട്. അതായത് ഏകദേശം 1.5 മണിക്കൂറായിരിക്കും പരീക്ഷ എഴുതാനായിട്ടുള്ള നിങ്ങളുടെ സമയം. നമ്മൾ ഒരുപാട് പരീക്ഷകളെ പറ്റി നമുക്കൊരു, ഇപ്പോൾ റെയിൽവേ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ SSC എക്സാംസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, ബാങ്ക് എക്സാംസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഈ SSC എക്സാംസിനും ബാങ്ക് എക്സാംസിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റെയിൽവേ എക്സാംസ് വളരെ ഈസിയാണ്. SSC എക്സാംസും ബാങ്ക് എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെയിൽവേ എക്സാംസ് ആണ് ഈസിയർ. ഓക്കെ, അതിൽ NTPC ഒക്കെ അത്യാവശ്യം നല്ല ഈസിയർ ആയിട്ടുള്ള എക്സാം ആണെന്ന് തന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് ടൈമിൻ്റെ കാര്യത്തിൽ SSC എക്സാംസിലും ബാങ്ക് എക്സാംസിലൊക്കെ സമയം കുറവാണ്. 100 ചോദ്യങ്ങൾ ചെയ്യാൻ 60 മിനിറ്റ് മാത്രം ഉള്ളിടത്ത് ഇവിടെ 100 ചോദ്യങ്ങൾ ചെയ്യാൻ 1.5 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. ഓക്കെ, സോ അത്രയും ടൈം അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ NTPCയുടെ ചോദ്യങ്ങൾ വരുന്ന ലെവലെന്ന് പറയുമ്പോൾ SSCനെയും ബാങ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ്. ക്വസ്റ്റ്യൻസ് എപ്പോഴും ഈസി ടു മോഡറേറ്റ് ലെവലിലായിരിക്കും വരിക. ഇനി ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് മെയിൻലി വരുന്ന പ്രിലിംസിന് വരുന്ന സബ്ജക്റ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം.
നിങ്ങൾക്ക് മാത്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് റീസണിങ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയുണ്ട്? മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ആൻഡ് പിന്നെ വരുന്നൊരു സാധനമാണ് GK, ജനറൽ നോളജ്. ഈ 3 സബ്ജക്റ്റുകൾ മാത്രമാണ് വരുന്നത്. ആൻഡ് പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ മെയിൻസ് ആണ്. പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു. പ്രിലിംസിൻ്റെ റിസൾട്ട് RRB എന്ത് ചെയ്യുന്നു? ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നു. ഒരു കട്ട് ഓഫ് മാർക്ക് കാണും. ആ മാർക്കോ ആ മാർക്കിന് മുകളിലോട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? മെയിൻസ് എഴുതാനായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുക. അവർക്ക് മാത്രമായിരിക്കും മെയിൻസ് എഴുതാൻ സാധിക്കുക. ഇൻ ഷോർട്ട്, പ്രിലിംസ് എന്ന് പറയുന്നതിൻ്റെ മാർക്ക് എവിടെയും എന്ത് ചെയ്യില്ല? ആഡ് ചെയ്യത്തില്ല. നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് പ്രിലിംസിൻ്റെ മാർക്ക് ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യില്ല? നയിക്കില്ല. പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ട ഒരു യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത്. ഇനി മെയിൻസ് പരീക്ഷ കുറച്ച് കാൻഡിഡേറ്റ്സ് ഒക്കെ സെലക്ട് ആയി അവർ മെയിൻസ് എഴുതാനായിട്ട് പോകുന്നു. മെയിൻസിനോടൊപ്പം തന്നെ നടക്കുന്നൊരു സാധനമാണ് സ്കിൽ ടെസ്റ്റ്. സ്കിൽ ടെസ്റ്റ് ചില പോസ്റ്റുകൾക്ക് മാത്രമായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഇപ്പം എന്താ പറയുക, സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ്, ഒബ്വിയസ്ലി അവിടെ ടൈപ്പിംഗ് സ്പീഡ് വേണം. ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? ടൈപ്പിംഗ് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം ടൈപ്പിങ്ങിൽ എഫിഷ്യൻ്റ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നൊരു ടെസ്റ്റ് മാത്രമാണ്. അത് ക്വാളിഫയിങ് ഇൻ നേച്ചറും ആയിരിക്കും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്. മെയിൻസിന് എഗെയിൻ 90 മിനിറ്റ് തന്നെയാണ് മെയിൻസിൽ വരിക. അതായത് പ്രിലിംസിന് നിങ്ങൾക്ക് 1.5 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു, മെയിൻസ് പരീക്ഷയിലേക്ക് വരുമ്പോഴും 1.5 മണിക്കൂർ സമയമുണ്ട്. പക്ഷേ പ്രിലിംസിന് 100 ചോദ്യമായിരുന്നെങ്കിൽ മെയിൻസിന് 120 ചോദ്യങ്ങളാണ്. അതായത് സമയത്തിന് മാറ്റമില്ല, ആ സമയത്ത് കുറച്ചധികം ചോദ്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും. ആൻഡ് പ്രിലിംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻസ് പാട് തന്നെയായിരിക്കും. പ്രിലിംസ് ബേസിക് ടു മോഡറേറ്റ് ആണെങ്കിൽ മെയിൻസിൽ വരുമ്പോൾ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലായിരിക്കും. പക്ഷേ നമ്മൾ SSCയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഡിഫിക്കൽട്ടിയും ഇല്ല, ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു പരീക്ഷയായിരിക്കും. ഓക്കെ. ഇതിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രിലിംസിലെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, അതുപോലെ GK, ജനറൽ അവയർനെസ് ഉണ്ട്. GKയ്ക്ക് ആയിരിക്കും വെയിറ്റേജ് കൂടുതൽ. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ GK എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും? അത് രജിസ്റ്റേർഡ് ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ കാണുമ്പം പെട്ടെന്ന് മനസ്സിലാവും, ഓക്കെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഞാനിത് വായിച്ചിട്ടുണ്ട്. ഉടനെ നിങ്ങൾക്കത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാം ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് അല്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ്സ് RRB NTPC എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ക്ലിയർ ചെയ്യാൻ ചാൻസ് കൂടുതലുള്ള എക്സാമാണ്. എല്ലാ എക്സാമിലും നമ്മൾ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് ആ എക്സാമിലുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഓപ്ഷൻ A ആണോ ഓപ്ഷൻ B ആണോ? ആൻഡ് മോസ്റ്റ്ലി എല്ലാ കാൻഡിഡേറ്റ്സും ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യനിൽ എടുത്തിട്ട് നോക്കിയിട്ടായിരിക്കും ഒരു ഫ്ലോയിൽ ഇങ്ങനെ നോക്കും, ഓക്കെ ഇത് വായിക്കുമ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ അതാണ് ആൻസർ. പക്ഷെ അതെല്ലാം തെറ്റായിരിക്കും ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. സോ ഇംഗ്ലീഷ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ NTPC ലുക്സ് മോർ ലൈക്ക് നൈസ്, നല്ലതായിരിക്കും. NTPC നമ്മൾ പുറമേ നിന്ന് നോക്കി കാണുമ്പോഴത്തേക്കും. അതുപോലെ എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരു ഹെവി ഫീൽ ഉണ്ടാവില്ല, കൺഫ്യൂസ്ഡ് ഫീൽ ഉണ്ടാവില്ല. പിന്നെ മെൻ്റൽ എബിലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ മാത്സ് ആണെങ്കിലും നിങ്ങൾ കോൺസെപ്റ്റ്സിൽ നല്ല തറവാണെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ആ ആൻസർ ഓപ്ഷനിലും കാണും, അത് മാർക്ക് ചെയ്താൽ മതി, ദാറ്റ്സ് ഇറ്റ്. സോ അതുകൊണ്ടാണ് ദിസ് ഇസ് എൻ ഈസിയർ എക്സാം എന്ന് പറയാൻ കാരണം. ആൻഡ് ഇതിൽ നമ്മുടെ കാറ്റഗറി വൈസ് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ അല്ലെങ്കിൽ ST കാറ്റഗറി ആണ്, OBC അല്ലെങ്കിൽ SC ആണെങ്കിലും നിങ്ങൾക്കൊരു മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് പറയുന്നുണ്ട്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, 40% ആണ് നിങ്ങളുടെ മിനിമം ക്വാളിഫയിങ് മാർക്കെങ്കിൽ ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് 40 മാർക്സ് വേണം എന്നാണ് അതിനർത്ഥം. പക്ഷേ 40 മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ ക്ലിയർ ചെയ്യും എന്നല്ല. ഓക്കെ, അത് പറയാൻ കാരണം NTPC പരീക്ഷ ഇപ്പോൾ ഏകദേശം ഒരു 30 lakh കാൻഡിഡേറ്റ്സ് ഓൾ ഓവർ ഇന്ത്യ എഴുതുവാന്നിരിക്കട്ടെ. ആ 30 ലക്ഷം എന്ന് പറയുന്നൊരു കാര്യം കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ ദ എക്സാം, പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ. പരീക്ഷ പാടാണോ എളുപ്പമാണോ? ഇപ്പോൾ ഓരോ ഷിഫ്റ്റും ഓരോ ലെവലായിരിക്കും. സോ നോർമലൈസേഷൻ എന്നൊരു ഫാക്ടർ വരും. അതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ഔട്ട് ഓഫ് 100 40 മാർക്സ് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞ് ക്ലിയർ ആകണം എന്നില്ല. ചിലപ്പോൾ നമ്മളൊരു നമ്പർ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കട്ട് ഓഫ് വരുന്നത് ഏകദേശം
81.5 ആണെന്നിരിക്കട്ടെ, ഇതായിരിക്കും കട്ട് ഓഫ്. ഇതോ ഇതിന് മുകളിലേക്കോ മാർക്കുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, RRB NTPC എക്സാം പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതാൻ സാധിക്കുക. കാരണം അത്രത്തോളം ആസ്പിറൻസ് ആണ് പരീക്ഷകൾ എഴുതുന്നത്. പിന്നെ കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു കാര്യം വേക്കൻസീസിൻ്റെ എണ്ണമാണ്. പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ഞാൻ പറഞ്ഞു, വേക്കൻസീസ് പറഞ്ഞു. വേക്കൻസീസിൻ്റെ ട്രിപ്പിൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക പ്രിലിംസിൽ നിന്ന്. അതിൽ നിന്ന് മെയിൻസ് എഴുതുമ്പോഴത്തേക്കും എഗെയിൻ കട്ട് ഡൗൺ ചെയ്ത് കുറയും. ഓരോ സ്റ്റേജ് കഴിയും തോറും ഫിൽട്ടർ ചെയ്ത് ഇപ്പോൾ ഒരു 10,000 വേക്കൻസീസ് ആണുള്ളെങ്കിൽ ആ 10,000 കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റിലുള്ളത്. അത്രയും പേര് തന്നെ ജോലിക്ക് കയറുകയും ചെയ്യും. നമുക്കിങ്ങനെ ഡിലേ ഇല്ല, വർഷങ്ങളോളം വെയിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പ്രോസസ്സ് അല്ല ഇത്. സോ റെയിൽവേ എക്സാംസ് എന്താണ്, ടൈം ബൗണ്ടഡ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇപ്പോൾ SSCനെ പോലെ. സോ ഈ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. സോ നന്നായിട്ട് പഠിക്കാനുള്ള സമയം മോർ ദൻ ഇനഫ്, ഒരുപാട് സമയം ഇനി നിങ്ങളുടെ മുൻപിലുണ്ട്. ആൻഡ് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്കിപ്പം മുൻ വർഷത്തെ കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് വീഡിയോസ് വേണം, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ദാറ്റ് ഡു എ വീഡിയോ ഓൺ കട്ട് ഓഫ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള RRB NTPCയുടെ കട്ട് ഓഫ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കട്ട് ഓഫ് വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ വർഷം പുറകോട്ട് നിങ്ങൾ നോക്കുക, കട്ട് ഓഫ് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഈ 100 മാർക്കിന് ഏകദേശം എത്ര മാർക്കിന് ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പരീക്ഷ ക്ലിയർ ആകും എന്നൊരു ധാരണ ഉണ്ടാവും. പക്ഷേ ആ ധാരണ വരണമെന്നുണ്ടെങ്കിൽ മുൻ വർഷത്തിലെ RRB NTPC ഗ്രാജുവേറ്റിൻ്റെ ആണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ആണെങ്കിലും കട്ട് ഓഫ് എത്രയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രമേ എന്താ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഏകദേശം ഏത് റേഞ്ചിൽ പിടിക്കണം, അല്ലെങ്കിൽ ഏത് റേഞ്ചിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ക്വാളിഫയിങ് മാർക്സ് വെച്ചിട്ട് ഒരിക്കലും പരീക്ഷ ക്ലിയർ ആകും എന്ന് കരുതരുത്. കാരണം ഇത്രയും സാലറി, ഇത്രയും ബെനിഫിറ്റ്സ്, ഇത്രയും റെപ്യൂട്ടേഷനുള്ള ജോബാണ്. നിങ്ങൾ മാത്രമല്ല, ഓൾ ഇന്ത്യ എക്സാമാണ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ലക്ഷങ്ങളോളം ആസ്പിറൻസ് എഴുതുന്ന എക്സാമാണ്. പക്ഷേ എന്നിരുന്നാലും ഇത് ക്ലിയർ ആവാൻ ഒരുപാട് സാധ്യത. നിങ്ങൾ കുറച്ചൊന്ന് വർക്ക് ചെയ്താൽ മതി, ഇത് ക്ലിയർ ആവും എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. ആൻഡ് മെയിൻസിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു, പ്രിലിംസിനെ വെച്ചിട്ട് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും. 120 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറുണ്ട്. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ NTPC എക്സാമിനേഷൻ ഒരു എക്സ്ട്രാ സബ്ജക്റ്റും കയറി വരുന്നില്ല. പ്രിലിംസിൽ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതേ സബ്ജക്റ്റ് തന്നെയാണ് മെയിൻസിലും ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. പക്ഷേ ചോദ്യങ്ങളുടെ എണ്ണത്തിലും മാർക്കിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഓഫ് കോഴ്സ് പ്രിലിംസ് അല്ല, മെയിൻസ് ആണ്, അവിടെ ഡിഫറൻസ് വരും. ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവലും കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് GKയിൽ നിന്ന് 50 ആയിരിക്കും, 50 മാർക്സ് ആണ്. മാത്സ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് ആണ്. റീസണിങ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് ആണ്. സോ ഇതാണ് നമ്മുടെ മെയിൻസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ചില പോസ്റ്റുകൾക്കേ ഉള്ളൂ. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ഒക്കെ. അത് 30 വേർഡ് പെർ മിനിറ്റ് ലിമിറ്റിലൊക്കെയാണ് വരിക. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ വെരിഫിക്കേഷൻ, ഇതൊക്കെയാണ് സെലക്ഷൻ സ്റ്റേജസ് വരിക. നിങ്ങളുടെ ഫൈനൽ അപ്പോയിൻമെൻറ്റ് കമ്പൈൻഡ് പെർഫോമൻസ് ആയിരിക്കും എടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഐ എം സോ സോറി ദാറ്റ് പ്രിലിംസിൻ്റെ മാർക്ക് ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കൂടെ കമ്പൈൻഡ് മാർക്കാണ് റെയിൽവേസിൽ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ബാങ്ക് എക്സാംസും SSC എക്സാംസും വരുന്ന കേസിലാണ് പ്രിലിംസിൻ്റെ മാർക്ക് എവിടെയും ആഡ് ചെയ്യാത്തത്. ബാങ്ക് ആൻഡ് SSC എക്സാംസിൽ മെയിൻസിൻ്റെ മാർക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഫൈനൽ സെലക്ഷനിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ RRB NTPCക്ക് പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ മാർക്ക് കമ്പൈൻഡ് ആയിട്ട് എടുത്തിട്ടാണ് ഫൈനൽ സെലക്ഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട്
ദ തിങ്സ്. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യുക. കോർ സബ്ജക്ട്സ് എന്ന് പറയാൻ നമുക്കില്ല, കാരണം ആകെ 3 സബ്ജക്റ്റാണുള്ളത്. 3 സബ്ജക്റ്റിനും ചിലർ ചോദിക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് എക്സ്ട്രാ ഫോക്കസ് കൊടുക്കണം എന്ന്. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. 3 സബ്ജക്റ്റിനും ഈക്വലി ഫോക്കസ് ചെയ്യേണ്ട ഒരു എക്സാമാണിത്. നമുക്ക് ഇപ്പോൾ ബാങ്ക് എക്സാംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ SSC എക്സാംസ് ആണെങ്കിൽ QA ഫോക്കസ് ചെയ്യണം, ബാങ്കിനാണെങ്കിൽ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയാം. പക്ഷേ റെയിൽവേ എക്സാംസിനും 3 സബ്ജക്റ്റിനും ഈക്വൽ ഫോക്കസ് തന്നെ കൊടുക്കണം. ആൻഡ് ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. ആൻഡ് ഓൾവേസ് സ്റ്റേ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അഡ്മിറ്റ് കാർഡ് വരുന്നതും എക്സാമിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റുകളൊക്കെ എപ്പോഴും റെയിൽവേയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉടനെ ഉണ്ടാവില്ല, നിങ്ങളൊരു 6 മാസം കഴിഞ്ഞിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക. ഈ 90 മിനിറ്റിനുള്ളിൽ എങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട് സോൾവ് ചെയ്തെങ്കിലും നോക്കണമല്ലോ. ആ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ചെയ്യുക. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടേയിരിക്കണം. അത് വളരെ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. മോക്ക് ടെസ്റ്റ് എഴുതാതെ നിങ്ങൾ ഒരിക്കലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് കരുതണ്ട. റെഗുലർലി എന്ത് ചെയ്യുക, മോക്സ് അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഇത്രയും സമയം നിങ്ങൾക്ക് ഇനി മുൻപിൽ പഠിക്കാനായിട്ടുണ്ട്. സോ നല്ല രീതിക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു നല്ല സ്റ്റഡി പ്ലാൻ, നല്ല സ്ട്രാറ്റജി, അതുപോലെ തന്നെ നല്ല ക്ലാസ്സസ്, ബെസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ, ഇതെല്ലാം ചെയ്ത് തന്നെ പഠിക്കുക. ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മുടെ SSC RRBയുടെ എസ്പെഷ്യലി നമ്മുടെ റെയിൽവേയുടെ സൂപ്പർ 30 ബാച്ചസ് എൻട്രിയിൽ ഇപ്പോൾ റണ്ണിങ് ആണ്. സൂപ്പർ 30 ബാച്ചസ് എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഒന്നുമില്ല, ഒരു ബാച്ചിൽ 30 പേര് മാത്രമേ കാണത്തുള്ളൂ. വിച്ച് മീൻസ് നമ്മൾ അത്രയും പേരെ എടുക്കുന്നത് തന്നെ 30 പേരിൽ ഫോക്കസ് ചെയ്തിട്ട് 30 പേരെയും സെലക്ഷനിൽ എത്തിക്കുക എന്നൊരു മോട്ടീവിലാണ് ഈ സൂപ്പർ 30 ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മെൻറ്റേഴ്സായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകുക. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെൻറ്റേഴ്സ് തന്നെ ഒരു ഫാക്കൽറ്റി ലെവലായിരിക്കും. സോ അവരുടെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അവരുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് എനി ടൈം യു ക്യാൻ ക്ലിയർ ദാറ്റ് വിത്ത് ഫുൾ സപ്പോർട്ട്. എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആൻഡ് ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഓഫേഴ്സാണ്, എല്ലായിടത്തും ഒരുപാട് പ്രൈസ് ഡ്രോപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. സോ എൻട്രിയിലും ഫ്യൂച്ചർ ഫെസ്റ്റ് നടക്കുന്നൊരു സമയമാണിത്. ഈ ടൈമിൽ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് 50% വരെ ഓഫിൽ നിങ്ങൾക്ക് പ്രൈസ് ഡ്രോപ്പിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴുള്ള പ്രൈസ് ആയിരിക്കില്ല, അതിൻ്റെ പകുതി പ്രൈസ് കൊടുത്താൽ മതിയായിരിക്കും. 50% നിങ്ങൾക്ക് കോഴ്സ് ഗ്രാബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസംബറിൽ ഗ്രാബ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ഡിസംബർ വരെ ആയിരിക്കും ഈ ഒരു 50% ഓഫറിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഒരു വർഷത്തെ അടുത്ത എല്ലാ ഓപ്പർച്യൂണിറ്റീസും ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും. സോ ഇത് തന്നെയാണ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ 2026 വരാൻ പോവാണ്. റെസൊല്യൂഷൻ 1-ാം തീയതി അല്ല എടുക്കേണ്ടത്, ഇപ്പോഴേ എടുത്തു പോവുക. എന്നാൽ മാത്രമേ 1-ാം തീയതി തൊട്ട് നമുക്ക് ആ ഒരു ഫുൾ ഫ്ലെജ്ഡ് പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എൻട്രിയിൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകുന്നത്. എസ്പെഷ്യലി ഇൻ സൂപ്പർ 30 ആൻഡ് ഗോൾഡ് ബാച്ചസ് ഓരോ ദിവസം പഠിക്കേണ്ട എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷേനെക്കുറിച്ച് NTPSനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എൻട്രിയുടെ ഫീച്ചേഴ്സ് കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ട്, ഇവിടുത്തെ ഓഫേഴ്സിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതിയാവും. ആൻഡ് എന്തെങ്കിലും NTPC റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം നമ്മൾ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് തന്നുകൊണ്ടേയിരിക്കും. ആൻഡ് SSC റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒബ്വിയസ്ലി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള എക്സാം നോട്ടിഫിക്കേഷൻസ്, അപ്ഡേറ്റ്, സ്റ്റഡി പ്ലാൻ, സ്റ്റഡി സ്ട്രാറ്റജി ആൻഡ് പരീക്ഷയ്ക്ക് മുമ്പുള്ള അനാലിസിസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് എല്ലാ കോണ്ടൻറ്റ് ക്ലാസ്സസും വിത്ത് ഹൈ ക്വാളിറ്റി, ഹൈലി എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.